സോ മക്കളെ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇതും നമുക്ക് ഡി ആൻഡ് എഫ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ ചോദിച്ചതാണ്. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ ഹാവിങ് ഓൾ ദ എലമെന്റ്സ് വിത്ത് D10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതിലാണ് D10 കോൺഫിഗറേഷൻ ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്, ഇത് ഏറ്റവും എളുപ്പം ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? D10 അല്ലാതെ നിങ്ങൾക്ക് കൺഫേം ആയിട്ടുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാം. അത് ഓപ്ഷനിലുണ്ടോ അത് നമുക്ക് ഡിലീറ്റ് ചെയ്തെടുക്കാം. സോ ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ അപ്രോച്ച് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം എന്തായാലും ഫസ്റ്റത്തെ കേസിൽ കൊബാൾട്ടും വരാൻ പോകുന്നില്ല, നിക്കലും വരാൻ പോകുന്നില്ല, ക്രോമിയം ഒന്നും വരാൻ പോകുന്നില്ല. നമ്മൾ ക്രോമിയത്തിനെ ചൂസ് ചെയ്യുന്നു. ക്രോമിയം 24ൻ്റെ കോൺഫിഗറേഷൻ നമുക്കറിയാം. എന്താ വരുന്നത്? ക്രോമിയം 24 എന്ന് പറയുമ്പോൾ ക്രോമിയം 24ൻ്റെ കോൺഫിഗറേഷനിൽ നമുക്ക് 4s1 3d5 എന്നാണ് നമുക്ക് കോൺഫിഗറേഷൻ വരിക, അല്ലേടാ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെന്തായാലും D10 കോൺഫിഗറേഷൻ അല്ല. സോ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റത്തെ സെറ്റ് എന്താണ്? തെറ്റാണ്. ഇനി മൂന്നാമത്തേൽ നോക്കിയാൽ നിങ്ങൾക്ക് ക്രോമിയം 4+ ക്രോമിയം ഉണ്ട്, അതും തെറ്റാണ്. അപ്പോൾ നാലാമത്തേൽ നോക്കിയാൽ നിങ്ങൾക്ക് ക്രോമിയം ഉണ്ട്, അതും തെറ്റാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ 2 ആണ് വരിക. സോ ഓപ്ഷൻ 2 എല്ലാ ആൾക്കാരും D10 കോൺഫിഗറേഷനാണ്. ഇൻ ഓർഡർ ടു അച്ചീവ് സ്റ്റെബിലിറ്റി നമ്മുടെ എന്താണ് കോപ്പർ ആയാലും സിൽവർ ആയാലും ഇവരെല്ലാം D10 കോൺഫിഗറേഷനിലേക്ക് ചേഞ്ച് ചെയ്യും. ആൻഡ് സിങ്ക് കാഡ്മിയം നിങ്ങൾക്കറിയാം ഓൾറെഡി D10 കംപ്ലീറ്റഡ് ആയിട്ടുള്ളവരാണ്, വിച്ച് മീൻസ് ദാറ്റ് ഈസ് യുവർ ആൻസർ. സോ ഇതൊരു വളരെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനൊരു മെത്തേഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യാൻ ശ്രമിക്കും.